അന്നത്തെ ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം ക്രിമിനൽ കണ്ടുപിടിച്ചത്. ഇത്ര കാര്യങ്ങളെ 9 വർഷത്തെ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പോട്ട് നല്ല തിരക്കുണ്ട് സാറേ. എവിടേക്കിലൊക്കെ പോട്ടെ. അണ്ണാക്കിൽ പിരികെട്ടണ മറുപടി കൊടുക്കുക. അല്ല, ഈ കാക്കച്ചി കൂട്ടങ്ങൾ കാരണമാണ് ഒരു മനുഷ്യന്റെ പേഴ്സണൽ സ്പേസിൽ പോയി തുരന്ന് ഞങ്ങട്ടാ പോണെന്ന് ഓലോട് വരേണ്ട വല്ല ആവശ്യമുണ്ടോ? 9 കൊല്ലായി കണ്ട ആ ഒരു മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എതിരെ തെളിവില്ലാത്തോണ്ടാണ് അദ്ദേഹത്തിന് വെറുതെ വിട്ടത്. ഇന്നെങ്കിലും അയാളൊന്ന് ഒഴിവാക്കിക്കൂടെ? ഈ മൈക്കും പിടിച്ച പൂച്ചാണ്ടികൾ തന്നെയാണ് അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റേത് മറിച്ചതയോ. എന്താ ഇൻവെസ്റ്റിഗേഷൻ? CBI സേതുരാമൻ CBIനെ തോൽപ്പിക്കും. ഏതായാലും അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ എതിരെ തെളിവുകൾ ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ പൈസ ഉണ്ട്, സ്വാധീനം കൊണ്ട്, മറ്റതുകൊണ്ട്, മറിച്ചുകൊണ്ട് അയാൾ ജയിച്ച് അങ്ങനാക്കി ഇങ്ങനാക്കി എന്നൊക്കെ പറയുന്നവരോട് അദ്ദേഹത്തിന്റെ എതിർകക്ഷി സർക്കാരാണ്, കേരള സർക്കാരാണ് അദ്ദേഹത്തിന്റെ എതിർകക്ഷി. ഇതിന്റെ മേലക്കുള്ള പവറൊന്നും അയാൾക്കില്ലല്ലോ. ഓക്കെ. പിന്നെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ ഒരു ഹാഷ്ടാഗാണ് അവൾക്കൊപ്പം ഇരക്കൊപ്പമെന്ന്. കേരള സമൂഹം ഇരക്കൊപ്പമാണ് നിൽക്കേണ്ടത്. വേട്ടക്കാരനൊപ്പം എന്ന് നിന്നോ അന്ന് ഈ ലോകം തന്നെ നശിച്ചു പോകും. ഒന്ന് ആലോചിച്ചാൽ മതി. ആ കാറിനകത്ത്, ആ വണ്ടിക്കകത്ത് പൾസർ സുനി എന്ന നായി നരഭോജിയുടെ കയ്യിൽ അകപ്പെട്ടുകൊണ്ട് ഒരു ആണിന്റെ ബലത്തിന്റെ മുമ്പിൽ അടിയവർ പറയേണ്ടി വന്ന ഒരു സഹോദരി. എത്രമാത്രം വേദനയും എത്രമാത്രം പീഡനവും എത്രമാത്രം ഭയപ്പെട്ടിട്ടുണ്ടാകും. അത് നമ്മുടെ ഉമ്മയോ പെങ്ങളോ അല്ലെങ്കിൽ ഭാര്യയോ മകളോ ആയിരിക്കാം. അവൻക്കിനിയൊരു അത്രയും വലിയ ശിക്ഷ കിട്ടിയില്ലെങ്കിൽ അടുത്തത് അങ്ങനെയായി വരും. ആ പാവം സ്ത്രീ അനുഭവിച്ചതിന് തക്കതായ ശിക്ഷ നൽകിക്കൊണ്ട് തന്നെ പൾസർ സുനി എന്ന നരനായാട്ടുകാരന്റെ സുണ്ണാമണി വെട്ടി. അവനക്ക് ഞാൻ സാധനം വേണ്ട. അമ്മാര് ശിക്ഷ കൊടുത്തുകാണ്ട് അല്ലാതെ ജീവപര്യന്തം പറഞ്ഞ് 12 കൊല്ലം ഓനൊക്കെ എടുത്തി 13ാമത്തെ കൊല്ലം അങ്ങോട്ട് വരികയാണ്. ഇതിന്റെയൊക്കെ തല തൊട്ടപ്പനായി കണ്ട്. ഏതായാലും നീതി, 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള സത്യം ഇനിയും മുറുകെ പിടിക്കട്ടെ. കോടതി വിധി സത്യമാണെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. ഇരക്കൊപ്പം അവൾക്കൊപ്പം.